ഡിയർ ഫ്രണ്ട്സ്, സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ സിലബസിനനുസരിച്ച് അതിനകത്ത് ഹോർട്ടിക്കൾച്ചറിനകത്ത് വരുന്ന ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡയറക്ടറേറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. അപ്പം ഏതൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും ആദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് കൂട്ടത്തിൽ പഠിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഫ്ലോറിക്കൾച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡയറക്ടറേറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചർ. അത് ലക്നൗ, ബാംഗ്ലൂർ, പൂനെ, ഗുർഗാവ് 4 ഓപ്ഷൻസ് വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് പൂനെയാണ്. ഫ്ലോറിക്കൾച്ചറിന്റെ ഡയറക്ടറേറ്റ് വരുന്നത് പൂനെയിലാണ്. ഇതാണ് അതിന്റെ ഓഫീസ്. മറ്റ് അതിൽ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ഓരോ പ്രധാനപ്പെട്ട ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. NBRI ഉള്ളത് ലക്നൌവിലാണ്, IIHR ബാംഗ്ലൂരിലാണ്, ഗുർഗാവൺ എന്ന് പറയുന്ന സ്ഥലം ഹരിയാനയിലുള്ളതാണ്. അവിടെയാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കൂടി ഒരു ഇത് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് ടൈപ്പ് ഓഫ് റോസീസ്. ഇത് പലപ്പോഴായി പല എക്സാംസ്, ഇപ്പം ബാങ്ക് എക്സാംസിന് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ട് ടൈപ്പ് ഓഫ് റോസ് എന്താണ്? ഓപ്ഷൻ എ ഡ്രൂപ്പ്, ഓപ്ഷൻ ബി ഹിപ്സ്, ആൻഡ് ഓപ്ഷൻ സി ബെറി, ആൻഡ് ഓപ്ഷൻ ഡി വെല്യൂട്ട, വെല്യൂസ്റ്റ. നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൻസർ ആണ്. ഹിപ്സ് ആണ് ആൻസർ. റോസ് ഹിപ്സിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ സി വളരെ കൂടുതലാണ്. വൈറ്റമിൻ സിയുടെ കണ്ടന്റ്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര എഡിബിൾ ഒക്കെയാണ് സാധനം. അതിന്റെ കണ്ടന്റ് വരുന്നത് 150 mg/100 g എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. ഇത് കുറച്ച് റിലേറ്റഡ്, അതായത് റോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ആദ്യത്തത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് പെറ്റൽസിന്റെ വാട്ടർ ഡിസ്റ്റിലേഷൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് റോസ് വാട്ടർ. പിന്നെ വരുന്നത് ഗുൽക്കണ്ട് ആണ്. ഗുൽക്കണ്ട് എന്ന് പറയുന്നത് ഒരു എഡിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ്. അത് റോസ് പെറ്റലിന്റെയും ഷുഗറിന്റെയും 1:1 റേഷ്യോയിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഓപ്ഷൻ 2ൻ്റെത് മാച്ച് ചെയ്യുന്നത് 4ഉമായിട്ടാണ്. ഇനി തേർഡ് വൺ പങ്കുരി. പങ്കുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. അതും എഡിബിൾ ആണ്. അത് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കേക്ക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇത് 1ആണ്. അപ്പം 3നെ മാച്ച് ചെയ്യേണ്ടത് 1ഉമായിട്ടാണ്. റോസ് ഹിപ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ഫ്രൂട്ട് ഓഫ് റോസ് ആണ്. അപ്പൊ ഇതെല്ലാം മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, റോസ് ഓയിൽ എന്ന് പറയുന്നത് റോസിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന റോസിന്റെ സ്പീഷീസുകളുടെ സ്പീഷീസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റോസ ഡെമസീന, റോസ ബോർബോണിയാന ആൻഡ് റോസ സെന്റിഫോളിയ. ഇത് ഓർത്തിരിക്കണം. പിന്നെ ഡെമാസ്ക് റോസ് എന്ന് പറയുന്നത് ഡെമസീന, റോസ ഡെമസീന എന്ന് പറയുന്ന റോസിന്റെ കോമൺ നെയിം ആണ് ഡമാസ്ക് റോസ്. അതിൽ തന്നെ ഒരു വെറൈറ്റി ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് നൂർജഹാൻ എന്ന് പറയുന്നത്. നൂർജഹാൻ എന്ന് പറയുന്ന വെറൈറ്റി ഡമാസ്ക് റോസിന്റെ ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ എങ്ങനെയാണ് റോസ് ഓയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് ചെയ്യുന്നത്. റോസ് വാട്ടർ നമ്മൾ വാട്ടർ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ റോസ് ഓയിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് ചെയ്യുന്നത്. 1 കിലോ റോസ് ഓയിൽ കിട്ടണമെങ്കിൽ 3 തൊട്ട് 4 ടൺ റോസ് പെറ്റൽസിനെ ഉപയോഗിച്ചാലേ പറ്റും. അതായത് 3000 തൊട്ട് 4000 കിലോഗ്രാം റോസ് പെറ്റൽസ് ഉപയോഗിച്ചാലേ 1 കിലോഗ്രാം റോസ് ഓയിൽ കിട്ടും. അത് അത്രത്തോളം എക്സ്പെൻസീവുമാണ്. ഇനി റോസ് ഓയിലിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോൺസ്റ്റുവന്റ് എന്ന് പറയുന്നത് സിട്രോനെല്ലോൾ ആണ്. സിട്രോനെല്ലോൾ ആണ് റോസ് ഓയിലിലെ മേജർ കോൺസ്റ്റുവന്റ്. അപ്പൊ ഇതാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, റിഡ്ജസ് ഓഫ് ഗ്രീൻ ഹൗസസ് ആർ ഓൾവേസ് ഓറിയന്റഡ് ഇൻ ദ ഡയറക്ഷൻ. ഇത് നമ്മുടെ ഡയറക്ഷൻ വെച്ചിട്ട്, നമ്മുടെ കേരളത്തിന്റെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവേ കേരളത്തിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഗ്രീൻ ഹൗസസ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ പറയുമ്പോഴത്തേക്കും കേരളത്തിന്, അതായത് നമ്മളൊരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ അതെല്ലാം ഉണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് പൊതുവേ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഡ്ജസ് ഓഫ് ഗ്രീൻ ഹൗസസ് ആർ ഓൾവേസ് ഓറിയന്റഡ് ഇൻ ഏത് ഡയറക്ഷനാണ്? എപ്പോഴും ഗ്രീൻ ഹൗസിന്റെ റിഡ്ജസ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പോയിന്റ്സ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ 25 to 30 ഡിഗ്രി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60 to 80%, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ 600 to 700 ppm. ഇത് ഇത്രയും കേരളത്തിലെ
നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൗസസ് ആണ് കേരളത്തിൽ കൂടുതലും. അതായത് കേരളത്തിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി വെന്റിലേറ്റഡ് പോളിഹൗസസിന്റെ ആവശ്യമില്ല. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൗസസ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ കണ്ടീഷൻസ് ആണിത്. ഇപ്പൊ താഴെ കൊടുക്കുന്ന അതിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഷേപ്പിനനുസരിച്ചുള്ള രണ്ട് ടൈപ്പ് ഓഫ് പോളിഹൗസ് ആണ്. ഒന്ന് ഗേബിൾ ഷേപ്പും ഒന്ന് ക്വാൺസെറ്റ് ഷേപ്പും. ഇത് മാത്രമല്ല ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഈ പോളിഹൗസിന്റെ ടൈപ്പും അതിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച്, ഷേപ്പ് അനുസരിച്ച്, നമ്പർ ഓഫ് സ്പാൻസ് അനുസരിച്ച്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ നോർത്ത് സൗത്ത് ആണ്. ഇനി മോസ്റ്റ് കോമൺ ലോൺ ഗ്രാസ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോൺ ഗ്രാസ് ഏതാണ്? ലോൺ എന്ന് പറയുന്നത് ഫ്ലോറിക്കൾച്ചർ ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിനകത്ത് നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ടാവും. ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബെർമൂഡ, ഓപ്ഷൻ ബി സെയിന്റ് അഗസ്റ്റീൻ ഗ്രാസ്, ഓപ്ഷൻ സി ഫെസ്ക്യൂ ഗ്രാസ് ആൻഡ് ഓപ്ഷൻ ഡി കെന്റക്കി ബ്ലൂ ഗ്രാസ്. ഇതിലെ ഓപ്ഷൻ എ ബർമുഡ ഗ്രാസ് ആണ് ആൻസർ. അതിനെ തന്നെയാണ് ഹരിയാലി എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം സൈനഡോൺ ഡാക്ടിലോൺ എന്നുള്ളതാണ്. ഇനി ഗ്രാസസിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കാം. ഗ്രാസസിന്റെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് സീസൺ, ബേസ്ഡ് ഓൺ ദ സീസൺ. അതായത് വാം സീസൺ ആണോ കൂൾ സീസൺ ആണോ എന്നുള്ളത്. നമ്മളെ നാട്ടിൽ വളരുന്നത്, അതായത് ഇന്ത്യയിലൊക്കെ വളരുന്നത് കൂടുതലും വാം സീസൺ ഗ്രാസസ് ആണ്. കൂൾ സീസൺ ഗ്രാസസ് ഒക്കെ വിന്റർ പ്രോമിനന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. വാം സീസൺ ഗ്രാസസിന് ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞ സൈനഡോൺ ഡാക്ടിലോൺ, ഹരിയാലി അല്ലെങ്കിൽ ഡൂബ് ഗ്രാസ് എന്ന് പറയും, അല്ലെങ്കിൽ ബെർമുഡ ഗ്രാസ് എന്ന് പറയും. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ബുഫലോ ഗ്രാസ്, സ്റ്റീനോടേഫ്രം സീക്കൻഡേറ്റം, പിന്നെ ജപ്പാൻ ഗ്രാസ് സോയിസിയ ജാപ്പോണിക്ക ആൻഡ് മനില ഗ്രാസ് സോയിസിയ മെട്രല. ഇതൊക്കെ വാം സീസൺ ഗ്രാസസിന് ഉദാഹരണങ്ങളാണ്. കൂൾ സീസൺ ഗ്രാസസിന് ഉദാഹരണങ്ങളാണ് ആനുവൽ ബ്ലൂ ഗ്രാസ് എന്ന് പറയുന്നത്, അതായത് പോവ ആനുവ, പിന്നെ കെന്റക്കി ബ്ലൂ ഗ്രാസ് പോവ പ്രാറ്റൻസിസ്, ക്രീപ്പിംഗ് ബെൻ ഗ്രാസ് അഗ്രോസ്റ്റിക്സ്, പോളിസ്ട്രസ്. ഇതെല്ലാം കൂൾ സീസൺ ഗ്രാസസിന് ഉദാഹരണമാണ്. ഗ്രാസസിൽ ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ പഠിക്കാനുണ്ട്. ഇനി അടുത്തത്, വിച്ച് ആർ ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ് ഫോർ പ്ലാന്റിംഗ് ഓഫ് ലോൺ? ലോണിന്റെ പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സീഡ് സോയിങ്, ഓപ്ഷൻ ബി ഡിബ്ലിംഗ്, ഓപ്ഷൻ സി ടർഫ് പ്ലാസ്റ്ററിംഗ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. ഓരോ മെത്തേഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ സീഡ് സോയിങ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മളൊരു 200 സ്ക്വയർ മീറ്റർ ഏരിയയ്ക്ക് ഒരു 500 ഗ്രാം സീഡ്സ് ആണ് വേണ്ടത്. അത് നമ്മൾ ലാൻഡ് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് സോ ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 5 വീക്സ് എടുക്കും ഇത് ജെർമിനേറ്റ് ആവാനായിട്ട്. അടുത്തൊരു മെത്തേഡാണ് ഡിബ്ലിംഗ്. ഡിബ്ലിംഗ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ഓരോ ഇതും ഇങ്ങനെ കുഴിച്ച് വെക്കുന്നതാണ് ഡിബ്ലിംഗ് എന്ന് പറയുന്നത്. ഓരോ ഗ്രാസ് റൂട്ടോട് കൂടി ഇങ്ങനെ നട്ട് വെക്കുന്നത്. പക്ഷെ ഭയങ്കര സ്ലോ മെത്തേഡാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ വരുന്നത് ടർഫിംഗ് ആണ്. ടർഫിംഗ് എന്ന് പറയുന്നത് വേറൊരു പേരാണ് സോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ്, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ടർഫിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും ഈ സാധനം. ഇത് ഒരു സെറ്റ്, ഒരു ലെയർ സോയിൽ, അതിന്റെ മുകളിൽ ഇതിങ്ങനെ പൊടിപ്പിച്ച് വെച്ചിരിക്കും. ഇതിനെ ഇങ്ങനെ റോൾ ചെയ്ത് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതിനെ മുറിച്ച് അങ്ങോട്ട് നടുക, അങ്ങോട്ട് അതായത് നല്ലപോലെ ലാൻഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലോട്ട് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് തന്നെ അങ്ങ് എസ്റ്റാബ്ലിഷ് ആയിക്കോളൂ. ഇത് വളരെ ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്, പക്ഷെ നല്ല എക്സ്പെൻസീവ് മെത്തേഡാണ്. പിന്നെ വരുന്നത് ബ്രിക്കിംഗ്. ബ്രിക്കിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നന്നായി വളർത്തുന്ന ഒരു ലോണിൽ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ചില ഏരിയാസ് മാത്രം എന്തെങ്കിലും ഡിസീസസോ പെസ്റ്റോ കൊണ്ട് അൺഹെൽത്തി ആയി മാറുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആ ലോൺ എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഏരിയ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പകരം ഇതുപോലൊരു കട്ട പോലൊരു സാധനം കൊണ്ടുവന്ന് പിടിപ്പിക്കും, എന്നിട്ട് അത് റോൾ ചെയ്ത് കൊടുക്കും. അതിനാണ് ബ്രിക്കിംഗ് എന്ന് പറയുന്നത്. വേറൊരു മെത്തേഡാണ് ടർഫ് പ്ലാസ്റ്ററിങ്. ടർഫ് പ്ലാസ്റ്ററിങ് ഒന്നും ഇപ്പൊ ആരും ചെയ്യുന്നില്ല. ടർഫ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് ഈ ഈ സോയില്, സാൻഡ്, പിന്നെ മാനുവർ, പിന്നെ ഈ റൈസോംസ് ഉണ്ടല്ലോ, അതായത് ഈ തൈകള് ഗ്രാസിന്റെ, ഇതെല്ലാം കൂടി കുഴച്ചിട്ട് ഇതിനെ നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്, അതാണ് ടർഫ് പ്ലാസ്റ്റർ. പിന്നെ വരുന്നത് പ്ലാന്റിങ് ഓൺ പോളിത്തീൻ ഷീറ്റ്. അതായത് പോളിത്തീൻ ഷീറ്റിൽ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ ഇത് നടുന്നു, എന്നിട്ടാണ് ഇത് ടർഫിങ്ങിനൊക്കെ അത് ഉദാഹരണം, എന്താണ് എളുപ്പമാവുമല്ലോ പിന്നീട് കൊണ്ടുവന്ന് നടാനായിട്ട്. ഇനി എപ്പോഴും ലോണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോണിൽ ഗ്രാസ് എപ്പോഴും 5 സെന്റിമീറ്ററിൽ താഴെ വളരാൻ പാടുള്ളൂ. 5 സെന്റിമീറ്റർ വരെയാണ് എപ്പോഴും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ലോണിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഷൻ ഓഫ് ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ IAHR. IAHR എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്നാണ്? 1983 ആണോ, 69 ആണോ,
2003 ആണോ? ആൻസർ 1969 ആണ്. IRAയിൽ ഇത് അപ്പൊ IHRന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ആദ്യം ഫ്ലോറികൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തത് IHRലാണ് 1969. അത് കഴിഞ്ഞിട്ടാണ് IARAയിൽ വരുന്നത് 1983. ഓക്കെ. ഇനി ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് കുറച്ച് ഫ്ലവേഴ്സും, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കട്ട് ഫ്ലവേഴ്സ് ആണ്. ഇവരെ അവരുടെ ഫാമിലിയും കൂടെ മാച്ച് ചെയ്യാനുള്ള ഒരു മാച്ച് ദി ഫോളോയിങ്. വളരെ സിമ്പിൾ ആണ്. ആന്തൂറിയം ബിലോങ്സ് ടു ദ ഫാമിലി അരേസിയ ഫാമിലിയിലെയാണ്. ബേർഡ് ഓഫ് പാരഡൈസിന്റെ സയന്റിഫിക് നെയിം സ്ട്രെലിറ്റ്സിയ റെജിന എന്നാണ്. അപ്പൊ സ്ട്രെലിറ്റ്സിയേസിയ ഫാമിലിയിലാണ് വരുന്നത്. ഗ്ലാഡിയോളസിന്റെ ഫാമിലി ഇറിഡേസിയാണ്. ജെർബറയുടെ ഫാമിലി ആസ്റ്ററേസിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫാമിലീസും സയന്റിഫിക് നെയിം, ഇപ്പൊ നമ്മൾ കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് പഠിക്കുമ്പോൾ കോമൺ നെയിം, സയന്റിഫിക് നെയിം, പിന്നെ അതിൽ തന്നെ ഇപ്പം സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക, പിന്നെ ഫാമിലി പഠിക്കുക, പിന്നെ എന്താണ് അതിന്റെ പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ, എന്താണ് അതിന്റെ യൂസ്, അതായത് കട്ട് ഫ്ലവർ ആണോ ലൂസ് ഫ്ലവർ ആണോ, അതെ ഗാർഡനിങ് പർപ്പസ് ആണോ, എന്താണെന്നുള്ളതും കൂടെ പഠിക്കുക. ഇങ്ങനെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആന്തൂര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആന്തൂറിയം ഈസ് ഇൻകറക്റ്റ് ഏതാണെന്നാണ്. ആന്തൂറിയം ആൻഡ്രിയാനം ഈസ് എക്കണോമിക്കലി കൾട്ടിവേറ്റഡ് ഫോർ കട്ട് ഫ്ലവേഴ്സ്. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ആന്തൂറിയം ആൻഡ്രിയാനം ആണ് കട്ട് ഫ്ലവേഴ്സിന് വേണ്ടി എക്കണോമിക്കലി ഏറ്റവും കൂടുതൽ വളർത്തുന്നത്. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ഓഫ് ആന്തൂറിയം 20 ആണ്. അതും വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്തൂറിയം പ്രിഫേഴ്സ് ടു ഗ്രോ അണ്ടർ എ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 60% ആൻഡ് എ ടെമ്പറേച്ചർ ഓഫ് നോട്ട് മോർ ദാൻ 18 to 28 degrees Celsius. ഇത് ഓർത്തിരിക്കുക, കാര്യം ഇത് POP ഉള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപടി ഉണ്ട് POP അകത്ത്. ആന്തൂര്യത്തിന് എപ്പോഴും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നല്ല കൂടുതൽ വേണം, ഷെയ്ഡ് വേണം, അതുപോലെ നമ്മുടെ ട്രോപ്പിക്കൽ ടെമ്പറേച്ചർ, നമ്മുടെ കേരളത്തിന്റെ ട്രോപ്പിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ആന്തൂറിയം. ഇനി വരുന്നത് കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ ഓഫ് ആന്തൂറിയം ഈസ് ത്രൂ സീഡ്സ്. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ ഓഫ് ആന്തൂറിയം മൈക്രോ പ്രൊപ്പഗേഷൻ വഴിയാണ്. ഫാമിലി എരേസിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ വേറൊരു ഫ്ലവറിംഗ് ആയുള്ള സ്പീഷീസ് ഉണ്ട്, അതാണ് ആന്തൂറിയം ഷെർസേറിയനം. ആന്തൂറിയം ഷെർസേറിയനത്തിന് ഫ്ലെമിംഗോ ഫ്ലവർ എന്നൊരു പേരുണ്ട്. പിന്നെ ഫോളിയേജ് സ്പീഷീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലവറിനല്ലാതെ ഫോളിയേജിന് വേണ്ടി പോട്ട് പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന ആന്തൂറിയംസ് ഉണ്ട്. അതാണ് അതിന് ഉദാഹരണമാണ് ആന്തൂറിയം ക്രിസ്റ്റാലിനും ആന്തൂറിയം ഫോസ്റ്റോമെറാൻഡെ. ഇനി ആന്തൂറിയം ഒരു കട്ട് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിനൊരു ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് ഉണ്ട്. ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോങ് സ്റ്റെം 1/4 to ലോങ് സ്റ്റെമ്മോട് കൂടിയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. 1/4 to 3/4 ഫ്ലവേഴ്സും ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവും ഇതിനകത്ത്. അതായത് ആന്തൂറിയത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, ആ പൂവിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നത് അതിന്റെ പൂവല്ല യഥാർത്ഥത്തിൽ. അതിന്റെ പൂക്കളുള്ളത് ആ തിരിയിലാണ്. ഇതിന് സ്പെയ്ഡ് എന്ന് പറയും. ഒരു തിരി പോലൊരു സാധനമുണ്ട്, അതിനെ സ്പാഡിക്സ് എന്ന് പറയും. ആ സ്പാഡിക്സിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പൂക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ 1/4 to 3/4 ഫ്ലവേഴ്സും ഓപ്പൺ ആവുമ്പോൾ അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ചാണ് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഓർക്കിഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി പെയർഡ്? ഓർക്കിഡ്സിന് സിംപോഡിയൽ ഓർക്കിഡ്സും മോണോപോഡിയൽ ഓർക്കിഡ്സും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം അതില് ഡെൻഡ്രോബിയം, ഇതിനകത്ത് ഉള്ള പെയേഴ്സ് ഞാൻ വായിക്കാം. ഡെൻഡ്രോബിയം മോണോപോഡിയൽസ്, കാറ്റ്ലിയ സിംബോഡിയൽ, ഒൻസീഡിയം സിംബോഡിയൽ, വാൻഡ മോണോപോഡിയൽ. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡെൻഡ്രോബിയം ഒരു സിംബോഡിയൽ ഓർക്കിഡാണ്. ബാക്കിയുള്ള എല്ലാം ശരിയാണ്. കാറ്റ്ലേയ, ഒൻസീഡിയം ഒക്കെ സിംബോഡിയൽ ആണ്. ഡെൻഡ്രോബിയം അപ്പോൾ നമ്മൾ പഠിക്കുമ്പം ഫെലനോപ്സിസും വാൻഡയും അത് അടുത്ത ഇതിൽ എഴുതിയിട്ടുണ്ട്. അതായത് അരാക്നിസ്, അരാന്തറ, വാൻഡ, ഫെലനോപ്സിസ് ഇത്രയും മോണോപോഡിയൽ ഓർക്കിഡ്സും, പിന്നെ സിംബോഡിയൽ ഓർക്കിഡ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ ആൻഡ് ഒൻസീഡിയം ഇത്രയാണ് സിംബോഡിയൽ ഓർക്കിഡ്സ്. പിന്നെ വരുന്നത് ഇന്റർജനറിക് മോണോപോഡിയൽസ്, അതായത് ഈ അരാൻഡ, മൊക്കാറ എന്നൊക്കെ പറയുന്നത് രണ്ട് ജീനസിനെ ക്രോസ് ചെയ്തിട്ടുള്ളതാണ്. പല ജീനസുകളെ ക്രോസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഇന്റർജനറിക് മോണോപോഡിയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം മോണോപോഡിയൽസ്, സിംബോഡിയൽസ് കാണാതെ പഠിച്ചു വെച്ചേ പറ്റൂ. പിന്നെ വരുന്നത് ടെറസ്ട്രിയൽ ഓർക്കിഡ്സ്, അതായത് ഈ എയറിൽ വളർന്നതല്ലാതെ വേറെയും ഓർക്കിഡ്സ് ഉണ്ട്. അതാണ് ടെറസ്ട്രിയൽ ഓർക്കിഡ്. നമ്മൾ സാധാരണ ചെടി വളർത്തുന്ന പോലെ ചട്ടിയിൽ വളർത്താൻ പറ്റും. അതിന് രണ്ട് ഉദാഹരണങ്ങളാണ്. ഒന്ന് ഗ്രൗണ്ട് ഓർക്കിഡ്, അതിന്റെ പേര് സ്പേത്തോഗ്ലോട്ടിസ് എന്നാണ്. പിന്നെ ഒന്ന് ഡോവ് ഓർക്കിഡ്, അതിനെ പെരിസ്റ്റീരിയ എന്ന് പറയുന്നത്. ഡോവ് ഓർക്കിഡ് എന്ന് പറയാൻ കാരണം അതിന്റെ പൂവിനകത്ത് ഡോവിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡോവ് ഓർക്കിഡ് എന്ന് പറയുന്നത്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓർക്കിഡിന്റെ ജീനസ് എന്ന് പറയുന്നത് ഡെൻഡ്രോബിയാണ്. ഓക്കെ, അടുത്തത് ഡെഡ് ഹെഡിങ്. ഡെഡ് ഹെഡിങ് ഈസ് ദ റിമൂവൽ ഓഫ്. ഡെഡ് ഹെഡിങ് അതൊരു എന്താണ്, ഒരു മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ്. അത് എന്താണെന്നാണ്, ഡെഡ് ബ്രാഞ്ചസ് ആണോ, ഡെഡ് റൂട്ട്സ് ആണോ, ഫെയ്ഡഡ് ഫ്ലവേഴ്സ് ആണോ, ഷ്രിവൽഡ് ലീവ്സ് ആണോ? ആൻസർ ഫെയ്ഡഡ് ഫ്ലവേഴ്സ് ആണ്. ഫെയ്ഡഡ് ഫ്ലവേഴ്സിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത്. പിന്നെ പല പൂക്കളുമായി ബന്ധപ്പെട്ട് പല പ്രത്യേക ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് റോസ് നോക്കുകയാണെങ്കിൽ ഡീ ഷൂട്ടിംഗ്, ഡെഡ് ഷൂട്ട് റിമൂവൽ, സോയിൽ ലൂസനിങ് ഓൺ ബെഡ്സ്, ബെൻഡിങ്, മദർ ഷൂട്ട് ബെൻഡിങ്, ഡിഫോളിയേഷൻ, ഇതെല്ലാം റോസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. പിന്നെ വരുന്നത് കാർണേഷൻ. കാർണേഷനിൽ ഡിസ്ബഡിങ്, പിഞ്ചിങ്, നെറ്റിങ് കൊടുക്കുന്നത് കാർണേഷൻ ആണ്. പിന്നെ ക്രൈസാന്തിമം. ക്രൈസാന്തിമത്തിന് പിഞ്ചിങ് ഉണ്ട്, ഡിസ്ബഡിങ് ഒക്കെ ഉണ്ട്, എന്നാലും പ്രധാനമായിട്ടും പിഞ്ചിങ് ആണ് ഓർക്കേണ്ടത്. അടുത്തത് വരുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഗ്ലാഡിയോളസ്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ട് ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഗ്ലാഡിയോളസിന്റെ പ്രൊപ്പഗേഷൻ ട്യൂബേഴ്സ് ആണോ, ബൾബ്സ് ആണോ, കോംസ് ആണോ, റൈസോം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് സി, ഏതാണ്, കോംസ്. അതായത് ഗ്ലാഡിയോളസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കോംസ് ആൻഡ് കോമൽസ് വഴിയാണ്. മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് കോംസ് ആണ് ഉത്തമമായിട്ട് പറയുന്നത്. ഗ്ലാഡിയോളസിന്റെ കോമൺ നെയിമിൽ വരുന്നത് കോഡ് ലില്ലി ഓർ സോഡ് ലില്ലി എന്ന്. സോഡ് ലില്ലി എന്ന് പറയാൻ കാര്യം അതിന്റെ ലീഫിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഗ്ലാഡിയോളസിന്റെ ഫാമിലി ഇറിഡേസിയാണ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ആ പി എഫ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡീപ് വെൽ ഡ്രെയിൻഡ് അസിഡിക് സോയിൽ വിത്ത് pH of 5.5 to 6.5 ആണ് കറക്റ്റ് ബെസ്റ്റ് കൾട്ടിവേഷന് വേണ്ടിയിട്ട്. പിന്നെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ നവംബർ ആണ്. പിന്നെ എർത്തിങ് അപ്പ്, സ്റ്റേക്കിങ് അതെല്ലാം ചെയ്തു കൊടുക്കണം. സ്റ്റേക്കിങ് ചെയ്യേണ്ട കാര്യം, നല്ല നീളമുള്ള പൂക്കളാണ്, സ്പൈക്സ് ആണ് വരുന്നത്. അപ്പം സ്റ്റേക്കിങ് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റേക്കിങ് ചെയ്ത് കൊടുക്കുക. മണ്ണൊലിച്ചു പോകുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിങ് അപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലീവ്സ് ഉൾപ്പെടെ ഉള്ള മൊത്തം സ്പൈക്കിനെ അടിയിൽ നിന്നേ കട്ട് ചെയ്തെടുക്കുക. അത് എപ്പോഴാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള, അതായത് ഇങ്ങനെ ഒരു സ്പൈക്ക് ആണെങ്കിൽ ഏറ്റവും താഴെയുള്ള പൂമൊട്ട് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത് അപ്പോഴത്തേക്കും അത് കട്ട് ചെയ്യും. അതും ഒരു കട്ട് ഫ്ലവർ ആണ്. അടുത്തത് സയന്റിഫിക് നെയിം ഓഫ് ഫ്രഞ്ച് മാരിഗോൾഡ്. മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാരിഗോൾഡ്, ആഫ്രിക്ക മാരിഗോൾഡ് ഉണ്ട്, ഫ്രഞ്ച് മാരിഗോൾഡ് ഉണ്ട്. ഇനി ഇതിന് രണ്ടിന്റെയും കൂടെ ക്രോസ് ഉണ്ട്. അപ്പൊ എന്താണ് ഫ്രഞ്ച് മാരിഗോൾഡിന്റെ സയന്റിഫിക് നെയിം? ടെജിറ്റസ് ഇറക്റ്റ ആണോ, പാറ്റുലെ ആണോ, ടെജിറ്റസ് മൈന്യൂട്ട ആണോ? ടെജിറ്റസ് ഇറക്റ്റ എന്ന് പറയുന്നത് ആഫ്രിക്കൻ മാരിഗോൾഡ് ആണ്. ഫ്രഞ്ച് മാരിഗോൾഡ് ടെജിറ്റസ് പാറ്റുലെ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ ടജിറ്റസ് ഇറക്റ്റ, അതിന്റെ ആപ്രിക്കോട്ട്, പ്രിംറോസ്, സൺജൈന്റ്, ഗിനി ഗോൾഡ് അങ്ങനെ കൊണ്ട്. പിന്നെ പുസ നാരംഗികേണ്ട, പുസ ബസന്തി ഗേണ്ടയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക, EHR നിന്ന് ഡെവലപ്പ് ചെയ്ത വെറൈറ്റീസ് ആണ്. ഫ്രഞ്ച് മാരിഗോൾഡിന്റെ ടജിറ്റസ് പാറ്റുലയുടെ വെറൈറ്റീസ് റെഡ്, റസ്റ്റി റെഡ്, നോട്ടി, മാരിയേറ്റ, ഫ്ലെയിം, സ്റ്റാർ ഓഫ് ഇന്ത്യ ആൻഡ് ഹാർമണി. പിന്നെ വരുന്നത് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സ്. ഇത് രണ്ടിന്റെയും കൂടെ ഹൈബ്രിഡ്സ് ആണ്. അത് തന്നെ റെഡ് ആൻഡ് ഗോൾഡ് ഹൈബ്രിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് നഗറ്റ്, ഷോബോട്ടൻ, റെഡ്, 7 സ്റ്റാർ. അടുത്തത് മോസ്റ്റ് കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഓഫ് റോസ്. റോസിന്റെ ഏറ്റവും കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഏതാണ്? ടീ ബഡിങ് ആണോ, ലെയറിംഗ് ആണോ, കട്ടിംഗ് ആണോ, സീഡ്സ് ആണോ? ഇപ്പൊ നമ്മള് ഇതിനകത്ത് മോസ്റ്റ് കോമൺ എന്നൊരു വാക്കില്ലായിരുന്നെന്നുണ്ടെങ്കിൽ, പ്രൊപ്പഗേഷൻ മെത്തേഡ് ഓഫ് റോസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് വന്നനെ. കാര്യം എല്ലാം റോസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ ആൻസർ ടീ ആണ്, ടീ ബഡിങ് ആണ്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കട്ട് ഫ്ലവർ ആണ് റോസ് എന്ന് പറയുന്നത്. എപ്പോഴും റോസിന്റെ മാർക്കറ്റ് ഇടിയുന്നില്ല, എപ്പോഴും റോസിന്റെ മാർക്കറ്റ് ഉണ്ട്. ഇനി റോസുമായി ബന്ധപ്പെട്ട് റോസിനൊരു മോഡേൺ ഡേ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് ഹൈബ്രിഡ് ടീ റോസ് ഏതാണെന്നുള്ളത് ലാ ഫ്രാൻസ് എന്നാണ്. അത് ഗുല്ലോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബ്രീഡർ ആണ് ആ വെറൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ബ്ലൂ കളർ ട്രാൻസ്ജീനിക് റോസസ് ഇറങ്ങിയിട്ടുണ്ട്. അത് ജപ്പാനിൽ നിന്നാണ്, 2009 അത് ഉണ്ടായത്. അപ്ലോസ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇത് ഇത്രയും കൂടെ അറിഞ്ഞിരിക്കും. അടുത്തത് അർക്ക സുരഭി ഈസ് എ വെറൈറ്റി ഓഫ്. ഇതുപോലെ വെറൈറ്റീസ് വെച്ചിട്ട് ഏതിന്റെയാണെന്ന് ചോദിക്കാറുണ്ട്. മാരിഗോൾഡ്, ജാസ്മിൻ, ലില്ലി, കാർണേഷൻ. ഇതിൽ ഏതിന്റെ വെറൈറ്റിയാണ് അർക്ക സുരഭി? ജാസ്മിന്റെ വെറൈറ്റിയാണ് അർക്ക സുരഭി. അർക്ക സുരഭി, ഈ ജാസ്മിന് തന്നെ പല സ്പീഷീസുകളുണ്ട്. അതായത് നമ്മൾ മുല്ല പിച്ചി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം എന്നാണ് നമ്മുടെ നാട്ടിലെ പിച്ചിയാണ് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം എന്ന് പറയുന്നത്.
നമ്മുടെ നാട്ടിലെ മുല്ലയാണ് ജാസ്മിനം സംബാക്ക്. ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം ആണ് സ്പാനിഷ് ജാസ്മിൻ. ജാസ്മിനം സംബാക്കാണ് അറേബ്യൻ ജാസ്മിൻ. പിന്നെ ജാസ്മിനം മൾട്ടിഫ്ലോറം എന്ന് പറയുന്ന ഒരു ജാസ്മിനും കൂടി ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഇത് മാത്രമല്ല, ഇനിയുണ്ട്, വേറെ ഉണ്ട് ജാസ്മിനുകൾ. ജാസ്മിനം പ്യൂബസെൻസ്, ജാസ്മിനം ഹ്യൂമെയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജാസ്മിൻ സ്പീഷീസുകളുണ്ട്. പിന്നെ ജോസ്മിനം ഓറിക്കുലേറ്റം ഉണ്ട്. POP-യില് ഗ്രാൻഡിഫ്ലോറം, സാംബാക്ക്, ഓറിക്കുലേറ്റം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ഓരോ ഇതിനകത്തൊട്ട് അർക്ക സുരഭി എന്ന് പറയുന്ന ജാസ്മിനം ഗ്രാൻഡിഫ്ലോറത്തിന്റെ പിച്ചിയുടെ വെറൈറ്റിയാണ്. അർക്ക ആരാധന ജാസ്മിനം സംബാക്കിന്റെ വെറൈറ്റിയാണ്. അർക്ക അർപ്പൺ ജാസ്മിനം മൾട്ടിഫ്ലോറത്തിന്റെ വെറൈറ്റിയാണ്. ഈ അർക്ക അർപ്പണിന്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് പെറ്റലിന്റെ അടിയിൽ ഒരു ബ്ലൂയിഷ്, ഒരു പർപ്പിൾ ടിഞ്ച് ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കിങ് ഓഫ് ഫ്ലവേഴ്സ്. നമ്മൾ ഇതുപോലെ എല്ലാത്തിന്റെയും കിങ്ങിനെയും ക്വീനെയും പഠിക്കും. അപ്പൊ ഫ്ലോറിക്കൾച്ചറിലും കൂടെ പഠിക്കണമല്ലോ. കിങ് ഓഫ് ഫ്ലവേഴ്സ് ആരാണ്? റോസ്, ജർബറ, ഡാലിയ ആൻഡ് ജാസ്മിൻ. ആരാണ്? റോസ് ആണ് കിങ്. റോസ് ആണ് കിങ് എന്ന് തോന്നുന്നുണ്ടോ? റോസ് അല്ല കിങ്, ക്വീൻ ആണ് റോസ്. ഡാലിയയാണ് കിങ്. കിങ് ഡാലിയയും ക്വീൻ ആണ് റോസ്. ഓക്കെ. അടുത്തത് ഇത് ഗാർഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫ്ലോറിക്കൾച്ചർ ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്നാണ് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിന്. അപ്പൊ അതിനകത്ത് ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു, നമ്മുടെ ഗാർഡൻസ് ഏതൊക്കെ, നമ്മുടെ ഗാർഡന്റെ ടൈപ്സ്, ഹിസ്റ്ററി ഓഫ് ഗാർഡനിങ്, ഗാർഡന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ കമ്പോണൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് ഈ പണ്ട് തൊട്ടേ ഉള്ള പല ടൈപ്പ് ഓഫ് ഗാർഡൻസ് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. അതിലൊന്നാണ് മുഗൾ ഗാർഡൻസ്. മുഗൾ ഗാർഡൻസ് ഇംപൈൽ വിച്ച് സ്റ്റൈൽ ഓഫ് ഗാർഡനിങ്? ഫോർമൽ, ഇൻഫോർമൽ, വൈൽഡ് ആൻഡ് ഫ്രീ സ്റ്റൈൽ. ഇതാണ് 4 സ്റ്റൈൽസ് ഓഫ് ഗാർഡനിങ്. ഫോർമൽ, ഇൻഫോർമൽ, വൈൽഡ് ആൻഡ് ഫ്രീ സ്റ്റൈൽ. അതിൽ മുഗൾ ഗാർഡൻസ് ഫോർമൽ ആണ്. ഫോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നടുക്കൊരു ആക്സിസിൽ കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലും മിറർ ഇമേജസ് ആയിരിക്കും വരുന്നത്. 2 ഓപ്പോസിറ്റ് സൈഡുകളിലും ഒരെണ്ണത്തിന്റെ മിറർ ഇമേജ് ആണ് അപ്പുറത്ത്. അതായത് എക്സാക്ട് സിമെട്രിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഫോർമൽ ഗാർഡൻസ് ഇടുന്നത്. ഫോർമൽ ഗാർഡൻസ്, മുഗൾ ഗാർഡൻസിന് പുറമെ പെർഷ്യൻ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ഫ്രഞ്ച് ഗാർഡൻ, ഇതെല്ലാം ഫോർമൽ ഗാർഡൻസ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം കറക്റ്റായി അവര് ഒരു പേപ്പറിൽ അവര് പ്ലാൻ ഉണ്ടാക്കി അത് അതുപോലെ ലാൻഡിലേക്ക് പകർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ജിയോമെട്രിക്കൽ ആയിരിക്കും. അവിടെയുള്ള ഫ്ലവർ ബെഡ്സും ബോർഡേഴ്സും എല്ലാം ജിയോമെട്രിക്കൽ, എല്ലാം സിമെട്രിക്കൽ ആയിരിക്കും. ഫുള്ളി ബാലൻസ്ഡ് ആയിരിക്കും. എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ്, ട്രിം ചെയ്ത്, എപ്പോഴും പ്ലാന്റ്സിനെ എല്ലാം ട്രിം ചെയ്ത് എല്ലാം കറക്റ്റായി സൂക്ഷിക്കുക. അതാണ് ഈ ഫോർമൽ ഗാർഡൻസിന്റെ പ്രത്യേകത. ഓക്കെ. അടുത്തത്, which of the following statement is not true? Climbers are plants which do not possess special structures to climb on a support. Creepers are unable to climb vertically due to their weak stem and hence creep along the ground. Trailers are similar to creepers but do not form roots or nodules. Ramblers are plants which fail to climb over but somehow support themselves over the trunk or stem of other plants. Just വായിച്ചു വിടുകയല്ല, ഇതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ക്ലൈംബേഴ്സിന് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൈംബേഴ്സിനാണ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉള്ളത്. ഇപ്പൊ ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ക്ലൈംബേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആന്റിഗോണോൺ ലെപ്റ്റോപ്പസ്, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഗ്ലോറിയാസ സൂപ്പർബ, മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫൈക്കസ് റെപ്പൻസ്, നാലാമത് കൊടുത്തിരിക്കുന്നത് റോസ് ആണ്. ഇതിൽ ഓരോന്നിനും സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് ക്ലൈംബ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഗ്ലോറിയോസ സൂപ്പർബയ്ക്കും ആന്റിഗോണോൺ ലെപ്റ്റോപ്പസിനും ഒക്കെ ടെൻഡ്രിൽസ് ഉണ്ട്. ഫൈക്കസ് റെപ്പൻസിന് അഡ്വെന്റീഷ്യസ് റൂട്ട്സ്, അതായത് റൂട്ട്ലെറ്റ്സ് ആണുള്ളത്. റോസിന് തോൺസ് ആണുള്ളത്. ഇതെല്ലാം ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. ഇതെല്ലാം ഓരോ ടൈപ്പാണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ തന്നെ ഡെഫിനിഷൻ തന്നെയാണത്. ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് മുകളിലോട്ട് വെർട്ടിക്കലി ക്ലൈംബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ക്രീപ്പ് ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്രീപ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഈ ക്രീപ്പേഴ്സിന് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം, അതായത് നോട്ട്സ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നെല്ലാം റൂട്ട്സ് ഉണ്ടാവും. അത് ഇല്ലാത്ത ആൾക്കാരെയാണ് ട്രെയിലേഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിന് റൂട്ടൊന്നും ഇല്ല. സിമിലർ ടു ക്രീപ്പേഴ്സ് ആണ്. അതായത് ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ക്രോൾ ചെയ്ത് പോവുകയാണ്, പക്ഷെ റൂട്ട്സ് ഇല്ല.
അതേസമയം റാംബ്ലേഴ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാംബ്ലേഴ്സിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രംഗൂൺ ക്രീപ്പർ എന്ന് പറയുന്ന ക്വിസ് ക്വാളിസ് ഇൻഡിക്ക, അതൊരു റാംബ്ലർ ആണ്. അതായത് എന്താ പറയുക, അതിന് ഒരു സ്ട്രക്ചറും ഇല്ല, അതിനങ്ങനെ ക്ലൈംബ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എങ്ങനെയെങ്കിലും അത് മറ്റൊരു ഒരു സപ്പോർട്ടിന്റെ മേലെ കൂടെ അതങ്ങ് കിടക്കും. അതന്നെയാണ്, അങ്ങനെയുള്ളതിനെയാണ് റാംബ്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എ ആണ്. അതെങ്ങനെ ശരിയാക്കാന്ന് പറഞ്ഞാൽ ക്ലൈംബേഴ്സിനാണ് വിച്ച് പോസസ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ടു ക്ലൈംബ് ഓവർ എ സപ്പോർട്ട്. ഓക്കെ, ഉദാഹരണങ്ങളും കണ്ടല്ലോ. ഇനി അടുത്തത് റാംബ്ലേഴ്സിന് ഒരു എക്സാമ്പിൾ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. റാംബ്ലേഴ്സിന് എക്സാമ്പിൾ ആണ് ക്വിസ്ക്വാളിസ് ഇൻഡിക്ക. ക്വിസ്ക്വാളിസ് ഇൻഡിക്കയുടെ ഫോട്ടോയാണ് ഈ മൂന്നാമത് കിടക്കുന്നത്, അതാണ് ക്വിസ്ക്വാളിസ് ഇൻഡിക്ക. ഇനി ക്രീപ്പേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, അത് ക്രീപ്പ് ചെയ്ത് പോകുന്നു. ഫസ്റ്റത്തെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഒരു ക്രീപ്പർ ആണ്, അതിന്റെ പേര് വെഡലിയ സ്പീഷീസ് എന്നാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒരു ട്രെയിലറാണ്, ട്രാഡസ്കാൻഷ്യ എന്ന് പറയുന്ന ട്രെയിലറാണ്. മൂന്നാമതാണ് റാംബ്ലർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ക്വിസ്ക്വാളിസ് ഇൻഡിക്കയാണ്. ഓക്കെ, ആന്റിഗോണോൺ ലെപ്റ്റോപ്പസ് ഒരു ക്ലൈംബർ ആണ് നമ്മൾ പറഞ്ഞു. ട്രാഡസ്കാൻഷ്യ ഒരു ട്രെയിലർ ആണ്, ക്രീപ്പർ ആണ് വെഡലിയ. അപ്പൊ ഇതെല്ലാം. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ് ആണ്. അത് ഇതും ഗാർഡനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മുഗൾ ഗാർഡൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് റോങ്ലി മാച്ച്ഡ് ആണ്. റോങ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. മുഗൾ ഗാർഡൻ ഫോർമൽ ഗാർഡൻ, ഇംഗ്ലീഷ് ഗാർഡൻ ഇൻഫോർമൽ ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ ഫോർമൽ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ ഫോർമൽ ഗാർഡൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. ജാപ്പനീസ് ഗാർഡൻ ഫോർമൽ ഗാർഡൻ അല്ല, അതൊരു ഇൻഫോർമൽ ഗാർഡൻ ആണ്. ഇൻഫോർമൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമെട്രി ഒന്നും കാണില്ല. അങ്ങനത്തെ ഗാർഡൻസിനെയാണ് ഇൻഫോർമൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. അതിന് വേറെ ഒരു പേരുണ്ട്, നേച്ചർ ഇൻ മിനിയേച്ചർ എന്നാണ് ജാപ്പനീസ് ഗാർഡനെ വിളിക്കുന്നത്. ഫസ്റ്റ് ജാപ്പനീസ് സ്റ്റൈൽ ഗാർഡൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് റോഷ്നാര പാർക്കാണ്. അതിന്റെ മെയിൻ എലമെന്റ്സ് ആണ് വാട്ടർ, സ്റ്റോൺ ആൻഡ് പ്ലാന്റ്സ്, പഗോഡ. ഓക്കെ, ഈ ജപ്പാനീസ് ഗാർഡനിന്റെ ടൈപ്സ് ഉണ്ട്. ഹിൽ ഗാർഡൻ, ഫ്ലാറ്റ് ഗാർഡൻ, ടീ ഗാർഡൻ, പാസേജ് ഗാർഡൻ ആൻഡ് സാൻഡ് ഗാർഡൻ. പിന്നെ എന്തൊക്കെയാ, ഇത് കൂടാതെ ഒരാളും കൂടെ ഇൻഫോർമൽ ആണ്, ഇംഗ്ലീഷ് ഗാർഡൻസ്. ഇംഗ്ലീഷ് ഗാർഡൻസും ഇൻഫോർമൽ ഗാർഡൻസ് ആണ്. അപ്പം ഇൻഫോർമൽ ആയിട്ടുള്ള രണ്ട് ഗാർഡൻസ് ആണ് ജാപ്പനീസ് ഗാർഡൻ ആൻഡ് ഇംഗ്ലീഷ് ഗാർഡൻ. ഇംഗ്ലീഷ് ഗാർഡന്റെ ഫീച്ചേഴ്സ് ആണ് ലോൺ, ഹെർബേഷ്യസ് ബോർഡേഴ്സ്, റോക്കറീസ്, ആനിമൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. Topiary is the art of clipping and shaping shrubs and small trees or training plants into different forms or shapes like animals, birds, arches, etc. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിവെക്കുന്നതിനെയാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. അടുത്തത് ട്രോഫി is the arrangement of colorful potted foliage or flowering shrubs, annuals or herbaceous perennial plants in different tiers around a central object like tree, flag post, pillar or statue. അതായത് നമ്മൾ ഒരു നടുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതൊരു പില്ലർ ആവാം, ഒരു ട്രീ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ആവാം. അതിന് ചുറ്റും ചട്ടികളിൽ പല പല ലെയറിലായിട്ട് ചെടികളെ നട്ടുവെക്കുന്നതിനെയാണ് ട്രോഫി എന്ന് പറയുന്നത്. അതാണ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ആർട്ട് ഓഫ് ലോ ഗ്രോയിങ് ഹെർബേഷ്യസ് പെരനിയൽ ക്ലോസ്ലി ആൻഡ് trimming them to a set design in the shape of letters or numbers is called edging. അത് തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എഡ്ജിങ് അതല്ല. ഇനി ഫ്ലവർ ബെഡ്സ് ആൻഡ് ബോർഡേഴ്സ് റെഫറിംഗ് ടു ഗ്രൂപ്പ് ഓഫ് ഫ്ലവറിംഗ് ആനുവൽസ് ആൻഡ് ഹെർബേഷ്യസ് പെരനിയൽസ് ഇൻ ബെഡ്സ് ആൻഡ് ബോർഡേഴ്സ്. അത് കറക്റ്റ് ആണ്. ഇതെല്ലാം ഈ ഗാർഡൻ കമ്പോണൻസിൽ വരുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർട്ട് ഓഫ് ലോ ഗ്രോയിങ് ഹെർബേഷ്യസ് പെരനിയൽസ് ക്ലോസ്ലി ആൻഡ് ട്രിമ്മിങ് ദം ടു എ സെറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് കാർപ്പറ്റ് ബെഡിങ് ആണ്. ഇപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആ എഴുതിയിരിക്കുന്നത് അതിനെ കാർപ്പറ്റ് ബെഡിങ് എന്നാണ് പറയുന്നത്. അതേസമയം ലോ ഗ്രോയിങ് പെരനിയൽസിനെ നമ്മൾ ബോർഡറിലായിട്ട് ഇങ്ങനെ വളർത്തുന്നതിനെ എഡ്ജിങ് എന്നാണ് പറയുന്നത്. ആ എഡ്ജിങ് പ്ലാന്റ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ബ്രിക്സ്, ടൈൽസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇനി വരുന്നത് ഹെഡ്ജ്. എഡ്ജും ഹെഡ്ജും എന്താണെന്ന് അറിയണം. ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷ്രബ്സ് അല്ലെങ്കിൽ ട്രീസിനെ നമ്മൾ കറക്റ്റ് ഇന്റർവെല്ലിൽ ഇങ്ങനെ നട്ടിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്രീൻ വല്ല വിറ്റേക്കുന്നു, അതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഗാർഡൻ കമ്പോണൻസിൽ വരുന്നതാണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു ഫ്ലവർ അറേഞ്ച്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഇക്കെബാന ഇസ് എ ജാപ്പനീസ് ആർട്ട് ഓഫ് ഫ്ലവർ അറേഞ്ച്മെന്റ്. B. Ikebana is also known as Western style of flower arrangement. Option C. Ikebana done in shallow containers are called moribana. In tall Ikebana arrangement, the length of the container and plant materials used are in proportion. This arrangement is called nagir. ആൻസർ വന്നത് ഓപ്ഷൻ ബി ആണ്. ഇക്കെബാന വെസ്റ്റേൺ അല്ല, ഈസ്റ്റേൺ ആണ്.
ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജാപ്പനീസ് ആർട്ടാണ് ഇക്കെബാന, ഈസ്റ്റേൺ സ്റ്റൈലാണ്, ഷാലോ കണ്ടെയ്ൻ വെസ്റ്റേൺ അല്ല ഈസ്റ്റേൺ ആണ്. ഷാലോ കണ്ടെയ്നേഴ്സിൽ വളർത്തുന്ന ഇക്കെബാനെ മൊറിബാന എന്ന് പറയുന്നു. നീളമുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നതിനെ നഗേർ എന്ന് പറയുന്നു. ഇനി വെസ്റ്റേൺ അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ നോൺ ട്രഡീഷണൽ എന്ന് പറയുന്നത് അതിൽ തന്നെ രണ്ട് രണ്ട് ഇതാണ് വരുന്നത്. ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. അതായത് സിമെട്രിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഫോർമലും, അസിമെട്രിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഇൻഫോർമലും. ഇതെല്ലാം ഫ്ലവർ അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ട്രീറ്റിംഗ് ഫ്ലവേഴ്സ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫോർ എ ഷോർട്ട് പീരിയഡ് ടു ഇംപ്രൂവ് ദ ഷെൽഫ് ലൈഫ്, promote flower opening and improve the color and size of the petals of cut flower is called impregnation. Statement 2, loading of flowers with high concentration of silver nitrate or nickel chloride for a short period of time is called pulsing. ഇത് രണ്ടും ശരിയാണോ ഒന്ന് ശരിയാണോ ഏതാണ്? രണ്ടും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡി ആണ് രണ്ടും ഇൻകറക്റ്റ് ആണ്. നേരെ തിരിച്ചാണ്. അതായത് നമ്മൾ ഫ്ലവേഴ്സിനെ, അതായത് വേസിലിട്ട് വെക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. വേസ് സൊല്യൂഷൻസിന്റെ കാര്യമാണ്. അതായത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സുക്രോസ്, ജെർമിസൈഡ് ചെറിയൊരു പീരീഡിലേക്ക് ഇട്ട് വെക്കുന്നു ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതിനെ പൾസിങ് എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ നിക്കൽ ക്ലോറൈഡ് പോലുള്ളതിനെ വച്ച് ലോഡ് ചെയ്യുന്നതിനെയാണ് ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കടന്നിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീ പ്രൊഡ്യൂസേഴ്സ് യെല്ലോ കളേർഡ് ഫ്ലവേഴ്സ്? യെല്ലോ കളേർഡ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീ ഇതിൽ ഏതാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഇതിൽ ചോദിക്കാറുണ്ട്. ഈ ഷ്രബ്സിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ട്രീസിലും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കളർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ എ ജെക്കറാന്ത മൈമോസിഫോളി, ഓപ്ഷൻ ബി കാസിയ നോഡോസ, ഓപ്ഷൻ സി സമനിയ സമനന്റ്, ഓപ്ഷൻ ഡി പെൽറ്റോഫോറം ടിറോകാർപ്പം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെൽറ്റോഫോറം ടിറോകാർപ്പം. അതായത് കോപ്പർ പോഡ് ട്രീ എന്നാണ് അതിന്റെ കോമൺ നെയിം. മഞ്ഞ കളർ പൂക്കളാണ്. ബാക്കിയുള്ള പൂക്കളുടെ ഇത് കണ്ടല്ലോ. ജെക്കറാന്ത മൈമോസിഫോളിലേക്ക് ഒരു പർപ്പിൾ വയലറ്റ് കളറ്, കാഷ്യ നോഡോസയ്ക്ക് ഒരു പിങ്ക് കളറ്, സമനിയ സമനും പിങ്ക് കളറാണ്. സമനിയ സമനാണ് റെയിൻ ട്രീ. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രീസ് ന്യൂട്രലൈസ് സൾഫർ ഡയോക്സൈഡ്? ട്രീസിന് അതിന്റെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് തന്നെ പലതിനും, അതായത് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്, നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ കെമിക്കൽസിന് ഇത് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ പല പല ട്രീസിന് എക്സാമ്പിൾസ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കണം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രീ ന്യൂട്രലൈസസ് സൾഫർ ഡയോക്സൈഡ്? ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി അൽസ്റ്റോണിയ സ്കോളാരസ്, ഓപ്ഷൻ സി ബ്യൂട്ടിയ മോണോസ്പെർമ, ഓപ്ഷൻ ഡി ടെർമിനേലിയ അർജുന. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടെർമിനേലിയ അർജുനയാണ്. അതിനകത്ത് നോയിസ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ട്രീസിന് ഉദാഹരണങ്ങളാണ് എറിത്രീന, അൽസ്റ്റോണിയ സ്കോളാരിസ്, മാംഗോ. എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നത് ഡെസ്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ട്രീസ് കാണും, പിന്നെ ഇതുപോലെ ന്യൂട്രലൈസ് ചെയ്യുന്ന ട്രീസ് കാണും. അപ്പൊ അതിനകത്ത് ട്രാപ്പിംഗ് ഡസ്റ്റിന് ഉദാഹരണമാണ് ബ്യൂട്ടിയ മോണോസ്പെർമ, അതായത് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ്, പൊങ്ങാമിയ പിന്നേറ്റ, അതായത് ഉണ്ണെന്ന് പറയും, ഇന്ത്യൻ ബീച്ച് ട്രീ എന്ന് പറയും. ഇത് രണ്ടും ഡെസ്റ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ട്രീസിന് ഉദാഹരണമാണ്. സൾഫർ ഡയോക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ട്രീസിന് ഉദാഹരണമാണ് ടെർമിനേലിയ അർജുന ആൻഡ് ഫൈക്കസ് റിലീജിയോസ. ഇനി വെഹിക്കുലാർ എമിഷൻ, അതായത് ഒരുപാട് വെഹിക്കിൾസ് ഒക്കെ വന്നാലും അത് കുഴപ്പമില്ല, അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീസ് ഉണ്ട്. അതൊക്കെ അസർ ക്യാമ്പസ്ട്രസ് ആൻഡ് അസർ നെഗുണ്ടോ ആണ് അതിന് രണ്ടിനും ഉദാഹരണം. അപ്പൊ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഞാൻ കരുതുന്ന ഫ്ലോറിക്കൾച്ചർ ലാൻഡ്സ്കേപ്പിംഗിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.